അത്രമേൽ ആഴത്തിൽ ആത്മാവിനെ തൊട്ട് ഏകാന്തത അനുഭവിക്കുകയാണ്. എഴുതിത്തീർന്ന വാക്കുകൾ ശബ്ദമുഖരിതമാകുകയും മഴയുടെ താളാത്മകമായ ശബ്ദതരംഗങ്ങളിൽ അലിയുകയും ചെയ്യുമ്പോൾ നാം പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും ജീവിതം അറിയുന്നു. സ്വത്വബോധത്തിനുമപ്പുറം ചില വെളിപാടുകളിലേക്ക് ഉയരുകയും ചെയ്യുകയാണ്. പെയ്തിറങ്ങുന്ന മഴത്തുള്ളികൾ ഇലകളിൽ തട്ടി ചിന്നിച്ചിതറി അനേകം ചെറു ജലഗണങ്ങളായി മാറുന്നു. നൈമിഷിക ജീവിതത്തിൻ്റെ ആഘോഷങ്ങളിലേക്ക് ജനിമൃതിയുടെ ഓർമ്മപ്പെടുത്തലുമായി ഈയാമ്പാറ്റകൾ പറന്നുപൊങ്ങുന്നു. കാലങ്ങളായി പൊഴിഞ്ഞ് മണ്ണിലമർന്ന ഇലക്കൂനകളിൽ മഴത്തുള്ളികൾ പൊട്ടിച്ചിതറുന്നു. മഴയിൽ മിശ്രണം ചെയ്ത കോടമഞ്ഞിനിടയിലൂടെ ഗ്രാമീണർ നഗ്നപാതരായി കടന്നു വന്നപ്പോൾ ഏകാന്തതയിൽ അവർ എൻ്റെ ആത്മാവിനെ തൊട്ടു തലോടി. ഉറക്കം കണ്ണിലമരുമ്പോൾ മുടിയിലൂടെ കൈയോടിക്കുന്ന അമ്മയുടെ തലോടൽ പോലെ സമാന്തരങ്ങളെ പ്രകമ്പനം കൊള്ളിച്ച് മഞ്ഞപ്രകാശത്തിൻ്റെ ദീർഘവീക്ഷണത്തിലൂടെ തീവണ്ടി കടന്നു വന്നു. എൻ്റെ ഏകാന്തതയുടെ മഹാ ആഴങ്ങളിൽ അത് ചലനം തീർത്തു. കനത്ത ഒരിടി മുഴങ്ങി. കാറ്റിനൊപ്പം മഴയുടെ താളം നഷ്ടപ്പെട്ടു. ഒപ്പം തീവണ്ടിയുടെ സൈറൺ. തീവണ്ടി കനത്ത മഴയെ കീറിമുറിച്ച് മുന്നോട്ട് നീങ്ങി വിധിക്കപ്പെട്ട വിധിയിലൂടെ. മഴയിൽ മുങ്ങിയ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ വീണ്ടും ഒറ്റപ്പെട്ടു. ആ പഴയ ഏകാന്തതയുടെ ത്രസിപ്പിക്കുന്ന വിസ്മയത്തിലേക്ക് ഞാൻ പതുക്കെ പ്രകായം ചെയ്യപ്പെട്ടു. അഭൗമികമായ ഒരു നിർവൃതിയിലേക്ക് പതുക്കെ ഉയരുകയാണ്. രോമകൂപങ്ങൾ എല്ലാം എന്തിനോ വേണ്ടി സജ്ജമായി നിൽക്കുന്നു. ആനന്ദത്തിൻ്റെ മൂർച്ചയിൽ കണ്ണുകൾ നിറഞ്ഞ് രജസ്വലയായ ഭൂമിയെ ഞാൻ നോക്കി. മഴനാറുകൾ ഭംഗം വരുത്തിയ കാഴ്ചയും കാതിൽ തങ്ങിയ മഴയുടെ ആരവവും നിൽക്കെ ഞാൻ ഒരു ചായക്ക് വേണ്ടി തീവ്രമായി ആഗ്രഹിച്ചു. ചില ആഗ്രഹങ്ങൾ അങ്ങനെയാണ്, ലഭിക്കില്ലെങ്കിലും നാം അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. ആ സമയത്താണ് എൻ്റെ കാഴ്ചയിലേക്ക് മഴ നനഞ്ഞ് പതുക്കെ അയാൾ കടന്നു വന്നത്. 6 അടിയിൽ കൂടുതൽ നീളമുള്ള ഒരു മനുഷ്യൻ. സാധാരണയിൽ കവിഞ്ഞ നീളമുണ്ടായിരുന്നു അയാളുടെ കൈകൾക്ക്. കറുത്ത അയഞ്ഞ പാൻറ്റും ചാരനിറമുള്ള നീണ്ട ഷർട്ടുമായിരുന്നു അയാളുടെ വേഷം. നിർജീവമായ ചലനത്തോടെ അയാൾ ഞാനിരിക്കുന്നതിനടുത്തായി ഇരുന്നു. ഞാനെന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ട് എന്ന ഒരു ഭാവമേ അയാൾക്കുണ്ടായിരുന്നില്ല. ഷർട്ടിനകത്ത് കൈയിട്ട് അകത്തെ പോക്കറ്റിൽ നിന്നും ഒരു പ്ലാസ്റ്റിക് കവർ പുറത്തെടുത്ത് ബീഡിയെടുത്ത് അയാൾ കത്തിച്ചു. ഈർപ്പവും കാറ്റും ഉള്ളതുകൊണ്ടാകാം അല്പസമയത്തെ ശ്രമം വേണ്ടി വന്നു അത് കത്തിക്കാൻ. ആസ്വാദനത്തിൻ്റെ മൂർത്തതയിൽ അയാൾ പുകവലിച്ചു കയറ്റി ദീർഘമായി പുറത്തേക്ക് വിട്ടു. അയാൾ വിദൂരതയിൽ നഷ്ടപ്പെട്ട് ധൂമപാനം തുടർന്നു. പതുക്കെ ഒരു മണം അവിടെ ആകെ പരന്നു. ആ മണം അത് ഞാൻ കണ്ണടച്ച് ചെവിയിലെ മഴത്താളത്തിനൊപ്പം ചിന്തിച്ചു. ലഹരി പിടിപ്പിക്കുന്ന മരവിച്ച ആ മണം ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ കണ്ണു തുറന്ന് അയാളെ നോക്കി. മരവിച്ച എൻ്റെ കൈകളിലൂടെ ഒരു ചൂട് കടന്നുപോയി. അവിടെ ഞാനും എൻ്റെ ഏകാന്തതയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.